മക്കൾ ദൈവത്തെ തെറ്റിദ്ധരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കരുതലോടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. സങ്കീർത്തനം 22:4 ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമേ അങ്ങയിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും അങ്ങ് അവരെ വിടുവിക്കുകയും ചെയ്തു എന്ന വാചകം നമ്മുടെ അനുഭവത്തിലേക്ക് നമുക്ക് പകർത്തി എഴുതാം. ഒരു മകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാൻഡ് മദർ തൊട്ടതിനെല്ലാം അലമ്പുണ്ടാക്കുന്നു, കഠിനമായ ശകാരവാക്കുകൾ ഉപയോഗിക്കുന്നു, ചിലപ്പോഴൊക്കെ രാകുന്നു, ശപിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഗ്രാൻഡ്മായുടെ പ്രാർത്ഥനയും ആരാധനയും ഗംഭീരമാണ്. ഈ അമ്മച്ചിയുടെ ദൈവം എന്ത് ദൈവമാണ്! കണ്ടോ, മക്കൾ ചോദിക്കുന്നത് ഈ അമ്മച്ചി എന്ത് അമ്മച്ചിയാന്നല്ല, ഈ അമ്മച്ചിയുടെ ദൈവം എന്ത് ദൈവമെന്നാണ്. മറ്റൊരു വീട്ടിൽ ഉറക്കെ പാടുകയും ഉറക്കെ സ്തുതിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു മാതാവിനെക്കുറിച്ച് അവരുടെ മകൻ ഒരു പാസ്റ്ററോട് പറഞ്ഞു, അമ്മയെ ഒന്ന് ഉപദേശിക്കണം. അമ്മയെ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മാതാവ് പാസ്റ്ററെ കടക്കുപുറത്ത് എന്ന നിലയിൽ ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ ഇടപെട്ടപ്പോൾ ഈ മകൻ ചോദിക്കുന്നു, ഈ അമ്മയുടെ ദൈവം എന്തുട്ട് ദൈവമാണ്? മറ്റൊരു വീട്ടിലെ ഒരു അപ്പൻ ക്രൂരനായ ഭരണാധികാരിയെ പോലെ, ഹിറ്റ്ലറെ പോലെ വീട്ടിനകത്ത് പ്രവർത്തിക്കുന്നു. അമ്മയെ തല്ലാൻ ഓടിക്കുന്നു. പക്ഷേ അദ്ദേഹം പള്ളിയിൽ പ്രമുഖനാണ്, പ്രമാണിയാണ്, മൂപ്പനാണ്. അവിടുത്തെ മക്കൾ ചോദിക്കുന്നു, ഇങ്ങേരുടെ ദൈവം എന്നാ ദൈവമാണ്? ദൈവഭക്തരായ മാതാപിതാക്കളെ, നിങ്ങളുടെ ചെയ്തികളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ദൈവം തെറ്റിദ്ധരിക്കുകയില്ല, ദൈവത്തിന് കാര്യം അറിയാമല്ലോ. പക്ഷെ ദൈവത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും നിങ്ങളുടെ പെരുമാറ്റം നിമിത്തം. ഒരു ഭക്തിയുള്ള ജീവിതവും വിശുദ്ധ ജീവിതം, മാതൃകാ ജീവിതം നയിക്കുക അത്ര ഈസിയായ കാര്യമല്ല. ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഭക്തിയോടുകൂടെ അഭിനയിക്കാൻ ആർക്കും കഴിയും. കപടഭക്തരായ മാതാപിതാക്കളെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തരായ ഉപദേശിമാരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങളുടെ ദൈവം എന്ത് ദൈവമാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കിൽ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും എന്ന് അടുത്ത തലമുറ പറയണം. എൻ്റെ അപ്പൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ സംരക്ഷിച്ചു. എൻ്റെ അമ്മ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ പരിപാലിച്ചു. ആ ദൈവത്തെ ഞാൻ ആശ്രയിക്കും, എനിക്ക് ആ ദൈവത്തെ മതി. എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ്, എൻ്റെ അപ്പച്ചൻ്റെ ദൈവം എൻ്റെ ദൈവമാണ് എന്ന് എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ കൊച്ചുമക്കളും പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല, ഒരു തലമുറയും കൂടെ കാണാൻ ആയുസ് കിട്ടിയാൽ അവരും പറയും, ഞങ്ങളുടെ അപ്പച്ചൻ്റെ ദൈവം ദൈവമാണ്. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ദൈവം അനുഗ്രഹിക്കും.